ഇനി പറ, എന്താ തൻ്റെ പ്രശ്നം? ഞാൻ തന്നെയാണ് പ്രശ്നം. ഒന്നിനും കൊള്ളാത്ത ഒരു ഭൂലോക തോൽവിയാണ് ഞാൻ. എടോ, സ്വയം ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യാതെ താൻ എന്താണ് കാര്യമെന്ന് പറ. താൻ തോൽവിയാണോ അല്ലയോ എന്ന് ഞാനത് കേട്ടിട്ട് പറയാം. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒറ്റ മകനാണ്. ഞാൻ ജനിച്ചതോടെ എൻ്റെ അച്ഛൻ മരിച്ചിരുന്നു. എന്നിട്ടും അങ്ങനെ ഒരു കുറവറിയിക്കാതെയാ അമ്മനെ വളർത്തിയത്. വലുതായി ഒരു ജോലിയൊക്കെ ആയാൽ എൻ്റെ അമ്മയെ ഒരു രാജ്ഞിയെപ്പോലെ നോക്കണമെന്നായിരുന്നു എനിക്ക്. ഞാൻ നന്നായി പഠിച്ചു, MBA എടുത്തു. ആ സമയത്ത് ഒരു സുഹൃത്തിനെ കിട്ടി. രണ്ടുപേർക്കും സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു. ആ ആഗ്രഹം പാർട്ട്ണർഷിപ്പിൽ ഒരു സ്റ്റാർട്ടപ്പ് എന്ന തീരുമാനത്തിലെത്തി. ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടാണ് ഞാൻ അതിനുള്ള പണം കണ്ടെത്തിയത്. അത് മൊത്തം ആ ഫ്രണ്ടിനെ ഏൽപ്പിച്ചു. പക്ഷേ സ്റ്റാർട്ടപ്പ് നടന്നില്ല. അവൻ എന്നെ വിദഗ്ധമായി പറ്റിച്ചു. എൻ്റെ പണം നഷ്ടപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് ബാങ്കിലെ കടങ്ങൾ തീർക്കാനുള്ള തന്ത്രപ്പാടിലായി. കിട്ടാവുന്ന ജോലിയെല്ലാം ചെയ്തു. പക്ഷേ ഒന്നിനും തികഞ്ഞില്ല എന്ന് മാത്രം. ഒടുക്കം വേറെ വഴിയില്ലാതെ അമ്മയുടെ പേരിൽ ആകെ ഉണ്ടായിരുന്ന വീടും സ്ഥലവും വിറ്റ് ബാങ്കിലെ കടം ഞാൻ തീർത്തു. അതോടെ അമ്മയെ ഒരു രാജ്ഞിയെപ്പോലെ നോക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ അമ്മയും കൊണ്ട് ഒരു വാടക വീട്ടിലേക്ക് മാറി. ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തു. കിട്ടാവുന്ന ജോലിയെല്ലാം ചെയ്തു. എന്നിട്ടും ഒന്നും എങ്ങും എത്തിയില്ല. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് നല്ലൊരു ജോലി കിട്ടി. അതിനുശേഷം എല്ലാം നന്നായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ആ ഇടയ്ക്ക് ഞാനൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. കണ്ട മാത്രമേ തന്നെ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവളാണ് എൻ്റെ ലോകം എന്ന രീതിയിൽ ഹൃദയം കൊടുത്ത് ഞാൻ അവളെ പ്രണയിച്ചു. അവൾക്കും തിരിച്ച് അങ്ങനെയായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പെട്ടെന്നൊരു ദിവസം അവൾക്ക് എന്നെ വേണ്ട എന്നും പറഞ്ഞ് അവൾ എൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയാതെ ഞാനൊക്കെ സ്റ്റക്കായിപ്പോയി. പിന്നീട് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് അവളുടെ ലൈഫിൽ അവളെടുത്ത ഏറ്റവും നല്ല തീരുമാനം എന്നെ വേണ്ടെന്ന് വെച്ചതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. കഴിഞ്ഞോ? എന്തേ? താൻ ഇപ്പം ഈ പറഞ്ഞ കഥയിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിരിക്കാനും മാത്രം ഒരു റീസൺ ഉള്ളതായിട്ട് തോന്നിയില്ല. അതോ ഇനിയും വേറെ എന്തെങ്കിലും ഉണ്ടോ?